ചെന്നൈയുടെ അഭിമാനമായ കലാക്ഷേത്ര ജപ്തി ഭീഷണിയിൽ. പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഉമാദേവി സ്ഥാപിച്ച കലാക്ഷേത്ര അവരുടെ മരണശേഷം സഹോദരൻ കെ നായരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നു പോന്നിരുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തിലെ പ്രഗത്ഭരായ പല താരങ്ങളുടെയും ആദ്യകാല കളരി കൂടിയായിരുന്നു കലാക്ഷേത്ര. പ്രശസ്തരായ പല പ്രഗത്ഭരെയും സൃഷ്ടിച്ച കലാക്ഷേത്ര കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്ഷയോസുഖമായിരുന്നു. ദീർഘകാലമായി തുടരുന്ന സാമ്പത്തിക ബാധ്യതകളാണ് കലാക്ഷേത്രയെ ജപ്തി ഭീഷണിയിലേക്ക് നയിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റന്നാൾ 30ാം വാർഷികം നടക്കാനിരിക്കുകയാണല്ലോ. അതിനിടയിലാണല്ലോ കേക്ക് ഇങ്ങനൊരു വാർത്ത. എന്റെ പിടിപ്പുകേടാണ്. ഈ കാണുന്ന പകിട്ടും പത്രാസും മാത്രമേ ഉള്ളൂ വിദ്യാധര. പുറമേന്ന് കാണുന്നവർക്ക് കെ നായരും മകളും സ്വപ്ന തുല്യമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് തോന്നും. ഒരു വേലക്കാരിയെപ്പോലും നിർത്താൻ കഴിയാത്ത വിധത്തിൽ പാപ്പരായി പോയ ഒരച്ഛനും മകളുമാണ് ഇതിനകത്ത് ജീവിക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അകം മുഴുവൻ ചിതലെടുത്ത് പൂതലിച്ചു പോയൊരാൽമരം. അതാണ് വിദ്യാധര ഇന്ന് ഞാൻ. ഒക്കെ എന്റെ പിടിപ്പുകേടാ. കടം വാങ്ങി കച്ചവടം ചെയ്ത് കാട് കയറേണ്ട നിലയിലായത് എന്റെ അത്യാഗ്രഹം കൊണ്ടാ. കീർത്തിമോൾ എപ്പോഴും പറയും, അറിയാത്ത ബിസിനസ്സിൽ തലയിട്ട് അച്ഛൻ അവസാനം പെരുവഴിയിലാവുന്നു. അതിപ്പോ സത്യമായി. ജപ്തി ഒഴിവാക്കാൻ ഒരു മാർഗവുമില്ലേ? ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചെങ്കിലും. ആര് സഹായിക്കാനാടോ? കയ്യിൽ കാശ് വേണം. എന്റെ മോളുടെ കയ്യിൽ അതില്ല. വിദ്യ പറന്ന് നൽകുന്നതിന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്ന ശീലം കലാക്ഷേത്രയ്ക്ക് പണ്ടേ ഇല്ല. എന്നാലോ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് ശമ്പളം കുറച്ചിട്ടുമില്ല. ഇപ്പൊ കാലം മാറി, കുട്ടികൾ കുറഞ്ഞു, അധ്യാപകരും കുറഞ്ഞു. ബാക്കിയുള്ള 5-10 കുട്ടികളിൽ നിന്ന് വെറ്റില കീറിൽ അവര് നൽകുന്ന ദക്ഷിണ വാങ്ങാനേ എന്റെ മകള് ശീലിച്ചിട്ടുള്ളൂ. പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞെങ്കിലും കല കച്ചവടം ആക്കിയില്ല എന്ന് സമാധാനിക്കാം. അത്രയെങ്കിലും ഉണ്ടല്ലോ അല്ലേ? ഒക്കെ വിധി പോലെ നടക്കട്ടെ. കീർത്തിമോള് കലാക്ഷേത്രയില് 30ാം വാർഷികത്തിന് വേണ്ട നൃത്തശില്പം പ്രാക്ടീസ് ചെയ്യുക അവളും കുട്ടികളും. ഇതുവരെയും കീർത്തിമോള് ജപ്തിയെ പറ്റി അറിഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ അവളോട് പറയാനാ? അമ്മയില്ലാത്ത ഈ കുട്ടിയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എന്റെ ഈശ്വര? എല്ലാവരും ഇതിന് 2 പ്രാവശ്യം ചെയ്തോട്ടോ. അടുത്ത വർഷത്തെ വാർഷികാഘോഷത്തിന് അവതരിപ്പിക്കേണ്ടതല്ല. മറ്റന്നാൾ ഇവിടെ കളിക്കേണ്ടതാ. എത്ര പറഞ്ഞാലും തലേ കേരളന്ന് വെച്ച് കഷ്ടാട്ടോ. കൊറോണ കാലമാണ്. അതിന്റെ പ്രോട്ടോകോൾ പാലിച്ചാണ് വാർഷികാഘോഷവും. ചെറിയ ആൾക്കൂട്ടമേ കാണുള്ളൂ എന്ന് കരുതി ഡാൻസിന് കോവിഡ് പിടിച്ചെന്ന് വരുന്നവർക്ക് തോന്നരുത്. മനസ്സിലായോ? ശരിയാക്കാം. ശരിയാക്കണം. എല്ലാവരും ഇപ്പൊ പൊക്കോ. വൈകിട്ട് റിഹേഴ്സലിന് വീണ്ടും വരണം.
ദൈവമേ, ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? KK നായരെ, KK നായരെ, ഇങ്ങോട്ടൊന്ന് വന്നേ. വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ക്ലാസ് എടുക്കാൻ പോയത്. ഇങ്ങനൊരു മടിയൻ. ഉണ്ടാക്കാം ഉണ്ടാക്കാം. എപ്പോ കഴിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പോണം. എന്തൊരു മടിയനാ. ഇതൊക്കെ കൊണ്ടാ ഞാനൊരു പെണ്ണ് കെട്ടാൻ പറയുന്നത്. അതും കേക്കില്ല. ആ, അതൊക്കെ പോട്ടെ. വാർഷികത്തിന്റെ വാർത്ത ഇന്ന് പത്രോഫീസിൽ എത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അത് തയ്യാറാക്കിയോ? ഇത് എന്ത് പറ്റി? എല്ലാ വർഷവും കാണിക്കുന്ന ഉത്സാഹം ഈ വർഷം കാണുന്നില്ലല്ലോ. ഓ, മനസ്സിലായി. മുതലെടുക്കാണല്ലേ സജി? റെസ്റ്റില്ലാതോടെ ഞാൻ എടുത്തുണ്ടല്ലോ ഇവിടെ. ഈ തവണ ഞാൻ കമ്പോസ് ചെയ്ത അച്ഛൻ കണ്ടിരുന്നോ? ശരിക്കും നല്ലൊരു കവറേജ് കിട്ടിയ ആളുകൾക്കിടയിൽ കലാക്ഷേത്ര വീണ്ടും ചർച്ചയാവും. കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വരും, നമ്മുടെ പഴയ കാലം തിരിച്ചു വരും, കടങ്ങളൊക്കെ വീട്ടാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട് അച്ഛാ. ആരാന്ന് ഞാൻ നോക്കാം. അതെ, ഒരു സവാളെങ്കിലും എടുത്ത് തൊലി കളഞ്ഞ് വെക്കോ. ഉള്ളിക്കറെങ്കിലും കൂട്ടി കഴിക്കാം. വിശന്നിട്ട് വയ്യോ. അല്ല, ആരേത്? ഔസേപ്പേട്ടന് ഈ വഴിയൊക്കെ അറിയോ? ഓ, പലിശ കൃത്യമായിട്ട് അവിടെ എത്തണോണ്ട് അതന്വേഷിച്ച് ഇങ്ങോട്ടൊന്നും വരണ്ടല്ലോ അല്ലേ? എന്താ മുഖത്തൊരു പരവേശം? പരവേശം ഉണ്ടാവും. ഒരീടും ഇല്ലാതെ ഞാൻ തന്നതേ 15 ലക്ഷം രൂപയാ. പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടെങ്കിലും മുതൽ ഇപ്പോഴും ഇവിടെ കിടക്ക. ഇങ്ങനെ ഒരു വീടും അതിനോട് ചേർന്ന് ഊത്തും കൂടിയാട്ടവും വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കടയും കൂടി ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ധൈര്യം. കടയോ? നൃത്തം പഠിപ്പിക്കുന്ന വിദ്യാലയം, കലാക്ഷേത്ര. ക്ഷേത്രയായാലും പള്ളിയായാലും ഇപ്പൊ പൂട്ടിയില്ലേ? രണ്ടിനും കൂടി ഒരു വില പറഞ്ഞ് ഞാൻ അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞപ്പോ അച്ഛനും മോൾക്ക് എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു. അമ്മായിയുടെ ഓർമ്മയാണ്, പാരമ്പര്യ സ്വത്താണ്, ഇതൊക്കെ ബാങ്ക് കൊണ്ട് വെച്ചിരിക്കണം. ഞാൻ അറിഞ്ഞോ? പലിശയും മുതൽ മുടങ്ങിയാലേ ഔസേപ്പ് ക്ഷമിക്കും, പക്ഷെ ബാങ്കുകാർ ക്ഷമിക്കില്ല. കെട്ടും കിടക്കായിട്ടേ ഒരുങ്ങിയിരുന്നോ? ജപ്തിക്കായിട്ടേ ബാങ്കുകാർ ഇപ്പൊ ഇവിടെ എത്തും. ജപ്തിയോ? ഓ, പത്രത്തിലും ടിവിയിലും വാർത്തയൊക്കെ വന്നിട്ടും മോളൊന്നും അറിഞ്ഞില്ലേ? ഓ, അച്ഛൻ അറിയിച്ചില്ലായിരിക്കും. ദേ വായിക്ക്. മോളുടെ അച്ഛനും ഞാനും ഈ മദ്രാസി വന്ന് പെട്ടത് ഏതാണ്ട് ഒരേ കാലത്താ. ആ സ്നേഹം കൊണ്ട് പറയാ, ഈ വീടും കൂത്ത് പഠിപ്പിക്കുന്ന ആ സ്കൂളും. കൂത്തല്ല. ഓ, ഇനി ആണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ലാന്ന് പറഞ്ഞതാ. അത് രണ്ടും ഇങ്ങ് തന്നേക്ക്. ബാങ്കിൽ തീർക്കാന്നുള്ളതും എനിക്ക് തരാനുള്ളതും കഴിച്ച് ഒരു ചെറിയ തുക ഞാൻ കയ്യിൽ വെച്ചു വരും. ലാഭം ഉണ്ടായിട്ടൊന്നല്ല, നഷ്ടാണോന്ന് ചോദിച്ചാ നഷ്ടാണ് തന്നെ. എന്നാലും നിങ്ങൾക്കൊരു ഉപകാരമാവൂലോ.
ഈ ഏരിയയിലെ മാന്യന്മാർക്ക് വന്നിരുന്ന് 4 പെഗ് അടിക്കാൻ പറ്റിയ സ്ഥലമില്ല. ഈ ഹൗസ് വൈഫിന്റെ കയ്യിൽ കിട്ടിയാലേ ഇതൊക്കെ നല്ല 1 സ്റ്റാർ ആവും വിത്ത് ബാർ അറ്റാച്ച്ഡ്. പോടോ ഇവിടുന്ന്. ആ മോഹമായിട്ട് താൻ ഈ പടി കയറണ്ട ഔസേപ്പേ. ജപ്തി നടക്കട്ടെ. എന്റെ മോളുമായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. എന്തായാലും കലാക്ഷേത്ര തനിക്ക് കൈമാറില്ല. ദൈവികമാണ് കല. ഒരുപാട് വലിയ പ്രതിഭകൾ ചുവടുറപ്പിച്ച് കണ്ണും മെയ്യും തെളിഞ്ഞ് പുറത്തിറങ്ങിയ കളരിയാണിത്. അവിടെ ബാർ ഹോട്ടൽ കെട്ടിപ്പൊക്കാമെന്ന് താൻ വ്യാമോഹിക്കണ്ട. ജപ്തി ചെയ്ത ബാങ്കുകാരണ്ട ഇത് അമ്പലാക്കോ? ഇപ്പൊ വിറ്റാൽ നാണക്കേട് ഒഴിവാക്കാം. ഓടോ ഇറങ്ങി പോടോ ഇവിടുന്ന്. തകർന്നു നിൽക്കാൻ ഞാൻ. അപ്പോഴാ തന്റെ ഒരു സ്ഥലക്കച്ചവടം. എനിക്ക് വിറ്റാൽ വാർഷികം നടത്താനുള്ള ഔദാര്യം ഉണ്ടാവും. ഈ പെണ്ണ് അവസാനായിട്ട് അവിടെ ചെലങ്ക കിട്ടും. അതെങ്കിലും നടത്താം. ഇല്ലെങ്കിലേ ഇവളുടെ ശാപവും തനിക്ക് കേൾക്കേണ്ടി വരും. ഇറങ്ങി പോകുന്നതാ തനിക്ക് നല്ലത്. ഓ അങ്ങനെയാണെങ്കിലേ എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യം സംസാരിക്കാം. അത് സംസാരിക്കാനൊന്നുമില്ല. ഇന്നേക്ക് 15 നാൾക്കകം ഞാൻ അത് തന്നു തീർത്തിരിക്കും. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പോരെ? ഓ അത് മതി. പക്ഷേ അത് തരാതെ മുങ്ങാനാണ് തന്റെ പരിപാടിയെങ്കിൽ ഈ ഔസേപ്പേ KK നായർ പിടിച്ച പുലിവാലായി മാറും. അത് ഓർത്തു വെച്ചോ. മോളെ മോളെ ജപ്തി നോട്ടീസ് കൈ കിട്ടിയിട്ട് ദിവസങ്ങളായി. മോളോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഒഴിവാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സഹായിക്കുമെന്ന് കരുതിയവരുടെ ഒക്കെ വാതിലിൽ മുട്ടി. പക്ഷേ എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ മോളി അച്ഛനെ ശപിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഈ വീടും കലാക്ഷേത്രയും ഉപേക്ഷിച്ചു പോകാൻ എന്റെ മോൾക്കാവില്ലെന്നറിയാം. നീ പിച്ച വെച്ചത് ഇവിടുത്തെ കൂത്തമ്പലത്തിലാണ്. ഇവിടുത്തെ കീർത്തനമായിരുന്നു നിന്റെ താരാട്ട്. പക്ഷേ ജപ്തി ഒഴിവാക്കാൻ ഒരു മാർഗമില്ല അച്ഛൻ. ഈ വർഷം കുറച്ചധികം കുട്ടികളെ കിട്ടും. പഴയതുപോലെ ആവില്ല ഞാൻ. ഫീസൊക്കെ ചോദിച്ചു വാങ്ങാം നമുക്ക്. രക്ഷപ്പെടാൻ പറ്റും. വിശ്വാസമുണ്ട് എനിക്ക്. ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാം. അങ്ങനെയല്ല മോളെ. നമ്മുടെ ഈ ഗതികേടിന്റെ കാരണം വരവറിയാതെ കടം വാങ്ങിയതാ. വലിയ വീട് മേടിച്ചു, വലിയ വണ്ടി വാങ്ങി,
അച്ഛന്റെ ആർഭാട സ്വഭാവമാണ് മോളുടെ ഭാവി നശിപ്പിച്ചു കളഞ്ഞത്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വെറുതെ വിചാരിച്ചു. എന്നിട്ട് മോൾക്കൊന്നും ഇല്ലാതാക്കിയ ഒരു അച്ഛന്റെ റോളാണ് എനിക്കുള്ളത്. എന്റെ മോള് കരയരുത്. വാർഷികാഘോഷം നടക്കട്ടെ, അത് ഒഴിവാക്കേണ്ടതില്ല. ഈ ആഘോഷം നമ്മുടെ വിടപറയൽ ചടങ്ങാകട്ടെ. അടുത്തതായി വേദിയിൽ കീർത്തിയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തവിരുന്ന്. എന്താ ചേച്ചി ഇത്? ചെല്ല്, അനൗൺസ്മെന്റ് ചെയ്ത് കേട്ടില്ലേ? അച്ഛൻ അച്ഛൻ ഇവിടെയെങ്ങും ഇല്ല. എന്റെ കലാക്ഷേത്രയില് അവസാനമായിട്ട് ആടുമല്ലേ. അച്ഛന്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കണം. കേക്ക് ഇവിടെ ഇല്ല. ആളുകളെ മുഷിപ്പിക്കണ്ട, മോള് ചെല്ല്. അങ്കിൾ എവിടെ പോയി?
ഒരു നിമിഷം നിങ്ങളെല്ലാവരും കൈയടിക്കാൻ മറന്നു അല്ലേ? ചെന്നൈയുടെ അഭിമാനമായ കലാക്ഷേത്ര ജപ്തി ചെയ്യപ്പെടുന്നു. ഈ വാർത്തയാണ് നിങ്ങളുടെ മനസ്സിലെന്ന് എനിക്കറിയാം. ചില കുട്ടികൾക്ക് ഇനി ഈ ടീച്ചറെ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടവും ഉണ്ടാവും. നിങ്ങൾ കേട്ട വാർത്ത സത്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും കലാക്ഷേത്രയെ അത് ബാധിക്കില്ല. കലാക്ഷേത്ര ജപ്തി ചെയ്യപ്പെടില്ല. കലാക്ഷേത്ര മുമ്പോട്ടുള്ള യാത്ര തുടരും. എന്റെ മകൾ കീർത്തിയുടെ നേതൃത്വത്തിൽ തന്നെ. അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയോ മോളെ നിനക്ക്? നീ പറയാറില്ലേ നിന്റെ അമ്മയാണിതെന്ന്? എന്റെ മോളുടെ കാൽച്ചലമ്പുകളുടെ ശബ്ദം മോൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇവിടെ ഉണ്ടാകണം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഭ്രാന്ത് പറയുന്നതല്ല, സത്യം. ജീവിതം ഇങ്ങനെയാണ്. ഇനിയെന്നും ഇരുട്ടാണെന്ന് തോന്നുമ്പോ പെട്ടെന്ന് വെളിച്ചം വരും. ഇനി വെളിച്ചം കെടില്ലെന്ന് വിചാരിക്കുമ്പോ അത് അസ്തമിക്കും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ വീണ് കിട്ടിയ ഈ വെളിച്ചം സത്യമാണ്. മോൾക്ക് അച്ഛനെ വിശ്വസിക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്റെ മകൾ കീർത്തിയുടെ വിവാഹ നിശ്ചയം ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോവുകയാണ്.